ക്യാമറയുടെ മുമ്പ് കണ്ടു വരിക എന്നാണോ മുടക്കൂല എന്നാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ വിജയമാക്കണോ മമ്മൂട്ടിന്റെ പടത്തിലൊക്കെയല്ലോ ആര്യക്ക് ഇപ്പത്തെ ഓഫീസർത്തെ ഉണ്ട് കഞ്ചാവ് മ്യൂസിക് MDM മ്യൂസിക്കാ എന്നാ വന്നോ ഓ വന്നോ അതെ മ്യൂസിക്കാ ഇട്ടോണ്ടി എങ്ങനെ ടെണ്ടിയപ്പോ നീ ആജി പറഞ്ഞോ തുടങ്ങി ഞാൻ തുടങ്ങി ഞാൻ ഇരിപ്പിക്കണില്ലല്ലോ ഇതിന്റെ മുഖത്തേക്കൊക്കെ പങ്കെ ചിരിക്കണേ ഞാൻ എന്താട്ടണേ ഞാൻ അത്രയൊക്കെ നിഷ്കളങ്കമായി പോയത് നിന്റെ തെറ്റാണോ എന്റെ സബ്ജക്ട് എന്താ എന്റെ സംഭവം എന്താ ഞാൻ തുടങ്ങി ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഹലോ മൈ ഡിയർ റൈഷു പറയ് വേണ്ട ഫസ്റ്റ് തുടങ്ങി ആയിക്കോട്ടെ ഹലോ തുടങ്ങി അത് പോയോ എന്തായാലും ഒഴിവാക്കൂ ഞാനല്ല എഡിറ്റ് ചെയ്യുന്നത് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഒരു പുതിയ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് റിയാലിറ്റി ഷോ? അതായത് എങ്ങനെ ഒരു നല്ല ഭർത്താവാകാം. എന്നെ കണ്ടുപിടിച്ചാ മതി. എന്ത് ചെയ്യാറിയോ ഞാൻ എന്ത് ചെയ്യാറിയോ ഞാൻ കാണാതെ തന്നെ ഒരു വീഡിയോ എടുത്താൽ മതി, എന്നാൽ എനിക്ക് മനസ്സിലാവും. അപ്പൊ അത് നേരെ ഇതിക്ക് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയായി ഒരു പുതിയൊരു അതിഥി ഉണ്ട്. ആരാണ്? അമ്രിയോ? അതിഥി ഉണ്ട്, ഒരു അതിഥി വരുന്നുണ്ട്. ആരാ? അതാണ് മിസ്റ്റർ ബർത്തു. ഞാൻ ആരെ നിർത്തി പോയി. ഞാൻ ഡോറും തുറന്നു നോക്കിയാ പുറത്താരും വെയിറ്റ് ചെയ്യണത്. നമുക്ക് കാണല്ലോ ചില സ്റ്റേജ് ഷോയിലൊക്കെ സർപ്രൈസ് ആയിട്ട് എത്ര സംഭവമായിരുന്നു. ഞാൻ ഡോർ ക്ഷണിച്ചോ ആയിക്കോട്ടെ. ഏത് നോളാണ് അത് മതി. ഇഷ്ടായി. ഞാൻ ക്യാമറയുടെ മുഖേന ഓ താങ്ക് യു. ഞാനാണ് ഭർത്താവ്. ഇത് നല്ല ഭർത്താവാണ്. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയതിനു ശേഷം ഒരുപാട് ചോദ്യം എനിക്ക് ഉറങ്ങണം. നേരെ 12 മണി ആവാനായി. ഫസ്റ്റ് ചോദ്യം, ചെറിയ ചോദ്യം. എന്താണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് താങ്കൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, എന്റെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. അതെന്താണ് സങ്കല്പം? എന്റെ വിവാഹത്തിന് മുമ്പുള്ള സങ്കല്പം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ എന്താ പറയാ ഒരു ഹയർ സ്റ്റഡീസ് തന്നെ എനിക്ക് ഒരു മനസ്സിൽ നിന്റെ വിവാഹമൊക്കെ ആവുമ്പോൾ നിന്റെ പാർട്ട്ണർ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി വന്നത്. അതായത് നല്ല തുടുത്ത കവിള്, അത് ഓക്കെ തുടുത്ത കവിള്. പിന്നെ ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ആഗ്രഹിച്ചത് നല്ല തുടുത്ത കവിള്. പിന്നെ എന്തിനും ഏതിനും പിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ആള് നല്ല സ്മാർട്ട് ആയിരിക്കണം, നല്ല ആക്റ്റീവ് ആയിരിക്കണം. പിന്നെന്ന് പറഞ്ഞാല് നല്ല സംസാരിക്കണം. അതായത് ചില ആളുകൾക്ക് സംസാരിച്ചിട്ട് വരില്ല, നല്ല കമ്പനി ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട്. അതായത് ഞാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. ഒരു വൈഫല്ല, അതായത് വൈഫാണ് എന്നാലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ബെസ്റ്റ് ഫ്രണ്ടാണ്, കട്ട ഫ്രണ്ട്. എൻ്റെ വിവാഹത്തിന് ശേഷം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ വൈഫായിരിക്കണം. അപ്പൊ അതിന് പറ്റിയ അതുപോലത്തെ ഒരാളാണ്. അതാണ് ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ സൗന്ദര്യത്തിന്റെ കാര്യം കൊണ്ട് സംഖ്യ പറഞ്ഞല്ലോ, നല്ല തുരത്തെ കവില് ഞാൻ ആഗ്രഹിച്ചത് പോലത്തെ ഒരു നിറം, ഞാൻ ആഗ്രഹിച്ച ആ ഒരു ക്യാരക്ടർ സംഭവങ്ങളൊക്കെ അത്ര മനസ്സിലായി. അങ്ങനെ പറഞ്ഞാൽ പോലെ എന്റെ ഇപ്പൊ ഉള്ള വൈഫ് എങ്ങനെയാണ്, അതാണ് ഞാൻ സങ്കല്പിച്ചത്. അതെന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങനെ പറയണോ? അങ്ങനെയാണോ? ഞാൻ ഇവർക്ക് മനസ്സിലാക്കി കൊടുത്തേ. പിന്നെ പെട്ടെന്ന് പറയുമ്പോ എനിക്ക് ചിലപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായത് താങ്കളുടെ ഇപ്പോഴത്തെ ഭാര്യക്കുള്ള ഞാൻ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. താങ്കളുടെ ഇപ്പോഴത്തെ ഭാര്യക്കുള്ള 5 ക്വാളിറ്റി. എന്റെ ഭാര്യ മുമ്പത്തെ ഭാര്യക്കുള്ള പറയണോ? എന്റെ ഭാര്യക്കുള്ള നല്ലൊരു ക്വാളിറ്റിയാണ് നല്ല മറവ്. പിന്നെ
എപ്പോ കിടന്നാലും എവിടെ കിടന്നാലും ഉറങ്ങിപ്പോകും. പിന്നെ പിന്നെ ഞാന് മികച്ച ക്വാളിറ്റികൾ. പിന്നെ അധിക കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കണം. അതായത് ഞാൻ ഒപ്പമുള്ള സമയമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫുൾ ടൈം പഠിക്കണം. ഞാൻ ഒരുമിച്ചുണ്ട്. പക്ഷെ ഞാൻ ഇല്ലെങ്കിലോ ആ പണിയൊക്കെ നല്ല വൃത്തിയായിട്ട് എന്റെ ഇപ്പത്തെ ഭാര്യ തീർത്തിട്ടുണ്ടാവും. പക്ഷെ ഞാനോട് ചോദിച്ച് പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി നിക്കാം അതൊന്നും ഇങ്ങോട്ട് ഇതാക്കോ. അതാണ് എന്റെ ചോദ്യം. ഞാൻ മടിക്കാണ്ടി ഇപ്പോഴത്തെ ഭാര്യയോട് തന്നെ ഈ എന്നപ്പത്തെ ഭാര്യ ഓക്കെ ഓക്കെ. എന്റെ ഇപ്പോഴത്തെ ഭാര്യക്കുള്ള ക്വാളിറ്റി ഇതാണ്. എന്താ ചോദിക്കാ മതിയായോ? ഭാര്യന്റെ ക്വാളിറ്റിയാണ്. ഞാൻ സീരിയസ് ആയിട്ട് ക്വാളിറ്റി ഞാൻ പറഞ്ഞു കേട്ടോ. നല്ല കെയറിംഗ് ആണ്. ഇപ്പൊ താങ്കളോട് ഒരാളൊന്ന് ചോദിക്കണേ, താങ്കൾ ഭാര്യനെ കുറിച്ച് ഒരു 2 വാക്കിൽ ഒന്ന് പറയാം. പറഞ്ഞാൽ എന്ത് പറയും? ഭാര്യ പൊളിയാണ് സംഭവമാണ്. പൊളിയാണ് സംഭവമാണ് 2 വാക്ക്. അതുകൊണ്ട് ചിരിക്കാൻ മാത്രം 2 വാക്യം പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും ചോദ്യമോ? താങ്കൾക്ക് താങ്കളുടെ ഭാര്യനെ കുറിച്ചുള്ള ഒരു മതിപ്പ് എന്താ? നെട്ടേച്ച് പോകില്ല അങ്ങനെ മതിപ്പ്. കാരണം എന്താ പറയാ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം കേട്ടോ. ചിരിപ്പിക്കല്ലേ, സീരിയസ് ആയിട്ട് പറയണം. പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് ചിരിക്കല്ലേ, സീരിയസ് ആയിട്ട് പറയുമ്പോ സീരിയസ് ആയിട്ട് നിൽക്കും. അപ്പൊ എന്റെ മുഖത്തേക്ക് നോക്കല്ലേ, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. മറ്റു ചോദ്യം തേനി താങ്കൾക്ക് താങ്കളുടെ ഭാര്യയുടെ മതിപ്പുകൾ എന്താണ്? എന്റെ ഭാര്യയോടുള്ള മതിപ്പ് എന്താണെന്ന് വെച്ചാല് ഭാര്യ നിഷ്കളങ്കമായിട്ടുള്ളൊരു കുട്ടിയാണ്. അതായത് ചെറിയ കുട്ടികളെ മനസ്സാണ്. പിന്നെന്ന് പറഞ്ഞാല് പരസ്പരം ഞാൻ അങ്ങോട്ട് കെയർ ചെയ്യുമ്പോൾ തന്നെ എന്നെ തിരിച്ചും കെയർ ചെയ്യുന്നുണ്ട്. അത്ര വലിയ എടുത്ത് കയറി. പിന്നെ ഭയങ്കര സ്നേഹമാണ്. ചിലപ്പോൾ സ്നേഹം ഓവറായി എന്നെ ദേഷ്യം പിടിപ്പിക്കും. അത്രയ്ക്ക് വലിയ. പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത് എൻ്റെ ഭാര്യനോടുള്ള എനിക്ക് ഏറ്റവും നല്ലൊരു മതിപ്പാണ്. എന്താ പറയുക, എൻ്റെ കാര്യങ്ങൾ അതാത് സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് അങ്ങനെ പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ എന്നെ കണ്ടില്ലാന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ എൻ്റെ വർക്ക് കഴിഞ്ഞ് വന്ന് സീരിയസ് ആയിട്ട് പറയാം കേട്ടോ, വർക്ക് കഴിഞ്ഞ് വന്ന് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ വൈകി നിൽക്കുക. എൻ്റെ ഭാര്യ വിളിക്കും, നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കും. അതിന് വേണ്ടി താങ്കളൊക്കെ പക്ഷേ പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തുക. പിന്നെ അതേമാതിരി ചില സമയത്തൊക്കെ എന്നെ അയച്ചു വിടാട്ടോ. പിന്നെ ഓക്കെ, അപ്പൊ ഇതിന് അധികം ഭാര്യമാര് അങ്ങനെയൊക്കെ നീക്കാറില്ലേ. പിന്നെ ഏറ്റവും വലിയൊരു മതിപ്പ്, പിന്നെ എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും ഭാര്യയുമായിട്ട് സംസാരിക്കണം. അതായത് എത്ര തിരക്കാണെങ്കിലും 1 മണിക്കൂർ, ഇനി പകൽ ഫുൾ തിരക്കാണെന്നുണ്ടെങ്കിൽ രാത്രി വന്നിട്ടെങ്കിലും ചുരുങ്ങിയത് ഒരു 1/2 മണിക്കൂറെങ്കിലും. പക്ഷെ ഞങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സംസാരിച്ചിരിക്കാൻ കേട്ടോ, വേറെ കാര്യം. പക്ഷെ ചോദിക്കാറുണ്ട് കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായിട്ടും. സത്യം ഞാൻ ഇവിടെ പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ചില സമയത്തൊക്കെ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ പോകാൻ വിളിക്കുന്നു. ഇത്രയും കാലം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ട് ഇങ്ങനെ സംസാരം വരുന്നില്ലേ, എന്താ ഇത്ര പേർക്ക് സംസാരിക്കാനെന്നൊക്കെ ചോദിക്കാറ്. പക്ഷെ ഞങ്ങൾ ഫോൺ വിളിക്കാൻ ഞങ്ങളല്ല, ഞാൻ എന്റെ ഭാര്യയും ഫോൺ വിളിക്കാൻ തുടങ്ങിയാല് ഞങ്ങള് എന്തൊക്കെയേ പറയാമോ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടോ, ഒരുപാട് സംഗതികൾ പറഞ്ഞാൽ തീരൂലേ. വൈഫ് നമ്മളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ, എൻ്റെ വൈഫ് നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഫോൺ വെച്ച് രാത്രി ചിലപ്പോൾ തീരൂല. ലാസ്റ്റ് ഉറക്ക് വന്നിട്ട് ലാസ്റ്റ് ആ സംസാരത്തിലൂടെ ഉറങ്ങാറ്, അറിയാതെ ഉറങ്ങിപ്പോകും. പക്ഷെ എന്നാലും എൻ്റെ ഭാര്യ, എൻ്റെ ഇപ്പത്തെ ഭാര്യ പിന്നെ വീണ്ടും വിളിച്ച് ഉണർത്തി നല്ല രീതിയിൽ എന്നെ ഉറക്കി വിടും. നല്ല രീതിയിൽ ഫോൺ വയ്ക്കാതെ നല്ല രീതിയിൽ ഫോൺ കട്ട് ചെയ്ത് ഫോൺ എടുത്ത് വെക്കണം, അത് ദൂരെ എടുത്ത് വെക്കണം, ഫോൺ അടുത്ത് വെക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ എൻ്റെ പറയും. ചൂടാവാറുണ്ട്. ചിലപ്പോൾ നല്ല ഉറക്കം എനിക്ക് ദേഷ്യം വരും. പക്ഷെ പിന്നെ എനിക്ക് തോന്നും പിറ്റത്തെ ദിവസമൊക്കെ തോന്നാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമല്ലോ, രാവിലെ നേരത്തെ തന്നെ വിളിക്കും. പക്ഷെ ഭാര്യയുടെ ഉറക്കം പോകും. മാത്രമല്ല പക്ഷെ അപ്പോൾ എനിക്കൊരു സമാധാനം പോകും മനസ്സിൽ. അതായത് വിളിച്ചിട്ട് രാത്രി വിഷമമായ സംഭവങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത്, എനിക്കെന്താ അറിയില്ല, എന്തെങ്കിലും പറയാം. അപ്പോൾ ഒരു 5 മിനിറ്റിലേറെ നിൽക്കാൻ പാടില്ല, പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോകും. അതാണ് വേറെ ഒന്നും. ഭാര്യനോട് ചോദിച്ചോ, ഭാര്യയൊന്ന് വിളിച്ചോട്ടെ. ഞാൻ വേറെ ഒന്നും, ഭാര്യയുടെ ഫോൺ ഇപ്പോൾ ക്യാമറ ആയിട്ട് യൂസ് ചെയ്തിട്ട് അപ്പൊ ഭാര്യ ഇപ്പോൾ ഫോൺ എടുക്കൂല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡ് ഭാര്യയോട് ചോദിക്കാം. ഓക്കെ ഓക്കെ.
നിങ്ങളെ രീതിയിൽ ഭയം എന്തായി പോവാ എന്നെ കുറിച്ച് ഭാര്യക്ക് ഒരു നല്ല ഭർത്താവ് നിൽക്കാനും എന്നാ ഓക്കെ ഇതേ വല്ലാതെ എടുത്തിട്ടുണ്ടോ അത് നമ്മൾ അറിയിക്കും വീഡിയോ ചളി ഇപ്പൊ തന്നെ അടിച്ചിട്ടുണ്ടാവും ചളി കേട്ടാല് ഓക്കെ ബൈ ബൈ